എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഹാൻഡ് എംബ്രോയിഡറിൻ്റെ 8ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് ചെയിൻ സ്റ്റിച്ച്. നിങ്ങൾ ഈ സ്റ്റിച്ച് കണ്ടിട്ടുണ്ടോ? അതായത് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ സ്റ്റിച്ച് എന്ന്. നിങ്ങളിത് കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടോ? ചില ആളുകളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, പേരറിയാതിരുന്നിട്ടാവും. കാരണം നമ്മൾ പുറത്തുനിന്നൊക്കെ ഷാൾ മേടിക്കുമ്പോൾ, അതായത് ദുപ്പട്ട മേടിക്കുമ്പോൾ ഈ എംബ്രോയിഡറി ഡിസൈൻസൊക്കെ വരുന്ന ദുപ്പട്ടയാണ് നമ്മൾ മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ, അതായത് ഔട്ടർ ലൈനായിട്ട് കൊടുക്കുന്ന ഡിസൈനാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ 3 ഇഴ നൂല് സൂചിയിൽ കോർത്തെടുത്തിട്ടുണ്ട്. ഒരറ്റത്ത് നമ്മൾ ഇതേപോലെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ അറ്റത്ത് നിന്ന് താഴേന്ന് മുകളിലേക്ക് സൂചി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എവിടെ നിന്നാണോ സൂചി എടുത്തത് അവിടെ തന്നെ ഒന്നും കൂടി കുത്തിയിട്ട് എത്രയാണോ നമുക്ക് ഗ്യാപ്പ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഗ്യാപ്പിലേക്ക് എടുക്കുക. ഇതുപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ നമ്മൾ എത്രയാണോ ഗ്യാപ്പ് വേണ്ടതെന്ന് വെച്ചാൽ സാധാരണ സൂചി കുത്തി എടുക്കില്ല, അതുപോലെ തന്നെ എടുക്കുക. എടുത്തിട്ട് ഈ ത്രെഡ് ഈ സൂചിയിലേക്ക് ഇതുപോലെ ഇങ്ങനെ എടുക്കുന്നതിന്, അതായത് മുന്നിലൂടെ ഇങ്ങനെ എടുക്കുന്നതിനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പം ഒരു ചെയിൻ പോലെയാണ് ഈ സ്റ്റിച്ച് വരുന്നത്. നിങ്ങൾക്കിത് ചെയ്ത് തുടങ്ങുമ്പോൾ മനസ്സിലാവും. ചില ആളുകളെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുറത്തുനിന്ന് മേടിക്കുന്ന ഷാളിലൊക്കെ ഈ ഒരു ഔട്ടർ ലൈനായിട്ട് ഈ ഒരു സ്റ്റിച്ച് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം. നമ്മൾ എവിടെയാണോ കുത്തിയത് അവിടെ നിന്ന് ഒന്നും കൂടി എത്രയാണോ ഗ്യാപ്പ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ത്രെഡ് നമ്മൾ ആ സൂചിയിലേക്ക് മുൻഭാഗത്ത് കൂടി, അതായത് ഫ്രണ്ടിലൂടെ എടുക്കുന്നതിനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഔട്ടർ ലൈനായിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്കിത് സാധാരണ നമ്മൾ മെഷീൻ ത്രെഡ് ഉണ്ടല്ലോ അത് വെച്ച് ചെയ്യാം, സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ചെയ്യാം, നൈലോൺ ത്രെഡ് വെച്ചിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ആരി വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന ത്രെഡ് ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഏത് ത്രെഡ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ഔട്ടർ ലൈനായിട്ടൊക്കെ ചെയ്യാം. നല്ല ഭംഗിയായിരിക്കും ചെയ്യുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ 3 ഇഴ നൂല് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. സിമ്പിളാണ്, നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു സ്റ്റിച്ചും കൂടിയാണ് ഈ ഒരു സ്റ്റിച്ച്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രെഡ് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. ഓവർ ടൈറ്റായിട്ട് വലിക്കരുത്. ടൈറ്റാക്കി വലിക്കുമ്പോൾ വെച്ചാൽ ഇറുകി പിടിച്ച പോലെ ഒന്നായിട്ട് കൂടി കിടക്കും. അപ്പോൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ ആ ഒരു ഡിസൈനിലല്ല അത് വരിക. എന്നാൽ നിങ്ങൾ ഓവർ ലൂസാക്കി കഴിഞ്ഞാൽ ആ നടുക്ക് വരുന്ന ഗ്യാപ്പ് വല്ലാതെ അങ്ങ് ഒരുപാട് ഗ്യാപ്പ് ഉള്ളതുപോലെയും വരും. അപ്പോൾ അത് നമുക്ക് രണ്ടും വൃത്തികേടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. ഞാനിതുപോലെ ചെയ്യുന്നത് കാണില്ല. ജസ്റ്റ് വലിച്ചിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒരേ ലെവലാവുന്ന രീതിയിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റിച്ചിനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല, ഇതൊരു ചെയിൻ രൂപത്തിലാണ് വരുന്നത്. ഇതിനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇത് പൊതുവേ നമ്മൾ ക്ലോത്തിലൊക്കെ ചെയ്യുമ്പോൾ, ഈ ദുപ്പട്ടയിലൊക്കെ ചെയ്യുമ്പോഴും സാരിയിലൊക്കെ ചെയ്യുമ്പോഴും അതിൻ്റെ ബോർഡറായിട്ട്, അതായത് ഔട്ടർ ലൈനായിട്ടാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത്. നല്ല ഭംഗിയാണ്. പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ, അതായത് നമ്മൾ സിൽക്ക് ത്രെഡിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും എടുത്ത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫൈനലായിട്ട് മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെയ്തെടുത്തതിന് ശേഷം ഈ എൻഡിലെത്തുമ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് കുത്തിയിട്ട് സൂചി, അതായത് സൂചി മുന്നിലേക്ക് കുത്തിയതിന് ശേഷം താഴോട്ടേക്ക് എടുക്കുക. താഴോട്ടേക്ക് എടുത്തിട്ട് നമ്മൾ മറ്റൊരു ത്രെഡ്, അതായത് മറ്റൊരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ലോക്ക് ചെയ്തിട്ട് നമ്മൾ നിർത്തുക. സാധാരണ നമ്മൾ അങ്ങനെയാണോ ലോക്ക് ചെയ്ത് നിർത്തുന്നത് അങ്ങനെ തന്നെ ലോക്ക് ചെയ്ത് നിർത്തുക. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ത്രെഡ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തുകൂടി കളയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച്. നമ്മൾ ഒരു അറ്റം മുതൽക്ക് അടുത്ത അറ്റം വരെ സ്റ്റിച്ച് ബോർഡിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ സ്റ്റിച്ച് എങ്ങനെയാണ് മോട്ടിഫിലൊരു ഡിസൈൻ വരച്ചിട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. ഇതുവരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഡിസൈൻ എല്ലാം ഈ 6 ഇഞ്ചിൻ്റെ, അതായത് എംബ്രോയിഡറി റിങ്ങിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന രീതിയിലുള്ളതായിരുന്നു ഇതുവരെ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് കുറച്ച് വലുതാണ്. അപ്പോൾ വലുതാണെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ നിങ്ങൾ ഒരു അറ്റത്തു നിന്ന് ആദ്യം എംബ്രോയിഡറി റിങ് ഇട്ട് വരിക. എന്നിട്ട് ഇത്രയും ഭാഗം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ റിങ് അയച്ചിട്ട് ബാക്കി ഭാഗത്തേക്ക് നമ്മൾ ഇതേപോലെ പിന്നെ റിങ് ഇട്ട് കൊടുത്തിട്ട് പിന്നെയും ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ വലിയ ഡിസൈൻ വരുമ്പോൾ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ സൈസിൽ റിങ് അവൈലബിൾ ആണ്. അത് വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങാം. പക്ഷേ ഇപ്പം മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിച്ചിട്ട്, അതായത് അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ പഠിച്ച് വന്നതിന് ശേഷം വാങ്ങിച്ചാൽ മതി. എപ്പോഴും നമുക്ക് 6 ഇഞ്ചിൻ്റെ റിങ്ങാണ് കുറച്ചും കൂടി കയ്യിൽ ഒതുങ്ങാൻ നല്ലത്. 2-3 പ്രാവശ്യം നമ്മൾ അയച്ച് മാറ്റിയിടണം എന്നേ ഉള്ളൂ. പക്ഷേ ചെയ്യാൻ എപ്പോഴും, അല്ലെങ്കിൽ നമ്മളെ കൈകൊണ്ട് നമുക്ക് എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതും പിടിക്കാൻ വേണ്ടി പറ്റുന്നതും എപ്പോഴും 6 ഇഞ്ചിൻ്റെ റിങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക്, അതായത് ഈ ഒരു ഡിസൈൻ മൊത്തം നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം 3 ഇഴ നൂല് സൂചിയിൽ കോർത്തെടുത്തിട്ടുണ്ട്. അടിവശത്ത് നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ സൂചി മുകളിലേക്ക് കുത്തിയെടുത്തിട്ടുണ്ട്. കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ എത്രയാണോ ഡിസ്റ്റൻസ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഡിസ്റ്റൻസ് ഇതേപോലെ വിട്ടിട്ട് സൂചിയിലേക്ക് ഇതേപോലെ ത്രെഡ് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചിനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റിച്ച് ബോർഡ് ചെയ്ത സെയിം സ്റ്റിച്ച് തന്നെയാണ്. അത് നമ്മളൊന്ന് ഒരു ഡിസൈൻ ആക്കിയിട്ട് മാറ്റി ചെയ്യുന്നതേ ഉള്ളൂ.
ഇന്നലെ അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മരങ്ങൾക്ക് ചില്ലകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ഉപയോഗിക്കുന്നത്. ചെയിൻ സ്റ്റിച്ച് അങ്ങനെ പ്രത്യേകം ഇന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നൊന്നുമില്ല. പൊതുവേ നമ്മൾ ഔട്ടർ ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ വേറെ എന്തെങ്കിലും സ്റ്റിച്ചിൽ നമ്മൾ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, കാണാൻ നല്ല ഭംഗിയുള്ള സ്റ്റിച്ചാണ്. ഏത് ത്രെഡ് ഉപയോഗിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൽ വർക്ക് ചെയ്തിട്ട് എടുക്കാനും പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. താഴെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതുവരെ എന്നെ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുന്ന ഡിസൈൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസൈനും ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് പേര് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട്. ആ സൈഡിൽ ഞാൻ ഈ ഫോട്ടോസൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ലിമിറ്റേഷൻസ് കൊണ്ടാണ് നമ്മളൊരു 30 ഫോട്ടോ അല്ലെങ്കിൽ ഒരു 35 ഫോട്ടോസൊക്കെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമുക്ക് ഒത്തിരി ഫോട്ടോസ് വരുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ ചെയ്തത് നല്ലതല്ലാത്തത് കൊണ്ടൊന്നും അല്ല കേട്ടോ നിങ്ങളുടെ ഫോട്ടോസ് നമ്മൾ ഉൾക്കൊള്ളിക്കാത്തത്. അപ്പോൾ നമ്മൾ വരുന്ന വീഡിയോയിൽ എല്ലാ ഫോട്ടോസും ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. നമ്മൾ ഒത്തിരി ഫോട്ടോ ഉൾക്കൊള്ളിച്ചാന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ച് ചിലപ്പം വൃത്തിയായിട്ട് കാണുന്ന ആ ഏരിയയിൽ ചിലപ്പം പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് സ്പീഡായിട്ട് പോകുന്ന ഭാഗത്ത് നമ്മൾ ഫോട്ടോസ് കൊടുക്കുന്നത് കേട്ടോ. ലീഫിൻ്റെ ഡിസൈൻ നമ്മൾ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെയുള്ള ബോ കൂടി എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ എന്തിനാണ് എംബ്രോയ്ഡറി റിങ് ഊരിയതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കാരണം നമ്മൾ ഡിസൈൻ വരുന്നത് ക്ലോത്തിൻ്റെ അടിവശത്തായത് കൊണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കേസിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, കാരണം നമുക്ക് 4 വശത്തും ക്ലോത്ത് ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ ഭാഗം ഇതുപോലെ എന്താ പറയുക ക്ലോത്ത് ഇല്ലാത്ത ഭാഗം റിങ്ങിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് മാക്സിമം ടൈറ്റ് ചെയ്യുക കേട്ടോ. ബാക്കിയുള്ള വശങ്ങളിലുള്ള തുണി മാക്സിമം 4 വശത്തേക്കായിട്ട് പിടിച്ചിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം റിങ് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുമെന്ന് ഡൗട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തത്. അറിയുന്നവർക്ക് അറിയാൻ മതിയാവും, ഒട്ടും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞത്. പിന്നെ നമുക്ക് ഈ ഒരു ബോ കൂടി ഇതേ മെത്തേഡിൽ, അതായത് ചെയിൻ സ്റ്റിച്ചിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ബോ കൂടി ഫിനിഷ് ചെയ്തെടുക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. എന്നിട്ട് എവിടെ വെച്ചിട്ടാണോ ത്രെഡ് തീരുന്നത് വെച്ചാൽ അവിടെ വെച്ച് ലോക്ക് ചെയ്തതിന് ശേഷം പിന്നെ ത്രെഡ് വേറെ കോർത്തെടുത്തിട്ട് ഒന്നും കൂടി ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഞാൻ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഞാൻ ത്രെഡ് ആദ്യമേ മുകളിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചതിന് ശേഷമാണ് കൊടുക്കുന്നത്. അല്ലാതെ സൂചിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയല്ല. നിങ്ങൾക്ക് ഇതിൽ 2 മെത്തേഡ് ചെയ്യാം. 2 മെത്തേഡ് ചെയ്താലും സ്റ്റിച്ച് സെയിം ആയിട്ട് തന്നെയാണ് വരിക. സൂചിയിലേക്ക് നമ്മളിങ്ങനെ മാറ്റിയിട്ട് കൊടുക്കുമ്പോഴും ആദ്യമേ ത്രെഡ് മാറ്റി പിടിച്ചതിന് ശേഷം ഇതുപോലെ കോർത്തെടുക്കുമ്പോഴും സ്റ്റിച്ച് സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. നിങ്ങൾക്കിതിൽ ഏതാണോ ചെയ്യുമ്പോൾ കൂടുതൽ എളുപ്പമായിട്ട് തോന്നുന്നത് വെച്ചാൽ ആ മെത്തേഡിൽ നിങ്ങൾ ചെയ്യാം. എനിക്ക് ആദ്യമേ ത്രെഡ് ഇങ്ങനെ മാറ്റിയിട്ട് സാധാരണ സ്റ്റിച്ച് പോലെ കൊടുക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതായത് ആ സൂചിയിലേക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്യുന്നതിനേക്കാളും ഇതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ടും സ്പീഡായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ അതേ രീതിയിൽ നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് താഴെ കമൻറ്റ് ചെയ്യാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.